മഴക്കാലമായാലും നാട്ടിൻപുറങ്ങളിൽ വലിയ ഡിമാൻഡുള്ളൊരു ചെടിയാണ് പനിക്കൂർക്ക. നല്ല പച്ച നിറത്തിലുള്ള ഇലകളോട് കൂടിയതും അതുപോലെ തന്നെ പച്ച നിറത്തിൻ്റെ അരികിലായിട്ട് വെള്ള വരകളോട് കൂടിയതുമായിട്ട് രണ്ട് തരത്തിൽ പനിക്കൂർക്ക നമുക്ക് കാണാം. ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള സസ്യമാണ് പനിക്കൂർക്ക. നവര, കഞ്ഞിക്കൂർക്ക, കർപ്പൂരവള്ളി എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടാറുണ്ട്. കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും കഫത്തെ അകറ്റാനുള്ള സവിശേഷ ശേഷിയുണ്ട്. നവജാത ശിശുക്കളിൽ നീരിളക്കം തടയുന്നതിന് പനിക്കൂർക്കയില വാട്ടി നെറുകയിൽ വയ്ക്കുന്നത് ഫലപ്രദമാണ്. മാത്രമല്ല നീറിപ്പുകയുന്ന ലേപനങ്ങളൊന്നും പുരട്ടി കൊടുക്കാനാവാത്ത പ്രായത്തിൽ കുഞ്ഞു കിടക്കുന്നിടത്ത് 2-3 ഇലകൾ ചതച്ച് വെച്ചാൽ മൂക്കിലെ കഫം നീങ്ങി നന്നായി ശ്വാസം എടുക്കുന്നതിന് സഹായിക്കും. ഇലകൾ വാട്ടിയ ശേഷം പിഴിഞ്ഞെടുത്ത നീരിൽ ചെറുതേൻ ചേർത്ത് സേവിക്കുന്നത് കുട്ടികളിലും മുതിർന്നവരിലും കഫശല്യവും ചുമയും അകറ്റാൻ സഹായിക്കും. പനിക്കൂർക്കയിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും ആവി പിടിക്കുന്നതും ജലദോഷം, തൊണ്ടവേദന, കഫക്കെട്ട്, പനി എന്നിവയെ അകറ്റാനായിട്ടും സഹായിക്കും. പനിക്കൂർക്കയുടെ ഇലകൾ ഒരു സ്പൂണിലോ തവിയിലോ എടുത്ത് ഇളം തീയിൽ ചൂടാക്കി വാട്ടിപ്പിഴിഞ്ഞെടുക്കുന്ന നീരിൽ അല്പം തേൻ ചേർത്ത് നൽകിയാൽ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ചുമ, കഫക്കെട്ട്, ജലദോഷം എന്നിവ ശമിക്കാനായിട്ട് സഹായിക്കും. ഇതിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നതും കഫശല്യം, ചൊറിച്ചിൽ, ശരീരവേദന തുടങ്ങിയവ അകറ്റാനായിട്ട് സഹായിക്കും. തലയിൽ തേക്കാനായിട്ട് എണ്ണ കാച്ചുമ്പോൾ പനിക്കൂർക്കയുടെ ഇലകൾ അരച്ച് ചേർത്താൽ നീർവീഴ്ചയും ജലദോഷവും ഇല്ലാതാക്കും. 100 മില്ലി വെളിച്ചെണ്ണയിൽ 10 മുതൽ 15 ഇലകൾ വരെ അരച്ചെടുത്ത് നമുക്ക് ചേർക്കാം. ചൂടായി തുടങ്ങുമ്പോൾ ഇലയിലെ ജലാംശം പൊട്ടിത്തെറിക്കുന്നതായിട്ട് നമുക്ക് കാണാം. തുടർന്ന് 2-3 മിനിറ്റ് കൂടി ചൂടാക്കിയിട്ട് ഇലകൾക്കൊരു തവിട്ട് നിറമാകുമ്പോൾ നമുക്ക് തീ അണച്ചു കൊടുക്കാം. എണ്ണ തണുക്കുമ്പോൾ നമുക്കതൊരു കുപ്പിയിലാക്കിയിട്ട് ആവശ്യാനുസരണം എടുക്കാം. പനിക്കൂർക്ക ഇലകളുടെ ഗന്ധം മുറികളിലെ പല്ലിയുടെയും പാറ്റ ഉൾപ്പെടെയുള്ള പ്രാണികളുടെയും ശല്യം അകറ്റാനായിട്ട് സഹായിക്കും. തലമുടി വളരുന്നതിനായിട്ട് മൈലാഞ്ചി, നെല്ലിക്ക തുടങ്ങിയവ അടങ്ങിയ വിവിധ ഹെയർ പാക്കുകളിൽ നമുക്ക് പനിക്കൂർക്കയെ ചേർക്കാം. മാത്രമല്ല നര അകറ്റുന്നതിനുള്ള ഡൈയും മറ്റും തലയിൽ പുരട്ടിയിരിക്കുമ്പോഴുള്ള നീരിളക്കം ഒഴിവാക്കുന്നതിന് നമ്മൾ ആ തയ്യാറാക്കുന്ന മിക്സ്ചറിലേക്ക് പനിക്കൂർക്ക കൂടി അരച്ചു ചേർക്കുന്നത് ഏറെ ഫലപ്രദമാണ്. ഇനി പനിക്കൂർക്ക നമ്മുടെ ദഹനത്തെ നന്നായിട്ട് സഹായിക്കും. ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇതിൻ്റെ പച്ചിലയും ഒരു ചേരുവയായിട്ട് നമുക്ക് അതിനൊപ്പം ചേർക്കാം. ബജ്ജി ഉണ്ടാക്കാനും ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാറുണ്ട്. പനിക്കൂർക്കയുടെ ഉണക്കി പൊടിച്ച ഇലകൾ ഇന്ത്യൻ ഒറിഗാനോ എന്ന പേരിൽ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത് മസാലപ്പൊടികളിലും മറ്റും നമുക്ക് ചേർക്കാം. പനിക്കൂർക്കയുടെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. പനിക്കൂർക്ക ഇലയുടെ നീര് ദിവസവും മിതമായ രീതിയിൽ കഴിക്കുന്നത് അസ്ഥികൾക്കും ബലവും ആരോഗ്യവും നൽകാനായിട്ടും സഹായിക്കും. പലരെയും കീഴടക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് പലപ്പോഴും ആർത്രൈറ്റിസ്. ചെറുപ്പക്കാരിലും പ്രായമായവരിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനെല്ലാം പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് പനിക്കൂർക്കയുടെ നീര്. ഇത് ആരോഗ്യത്തിന് വളരെ വലിയ ഗുണങ്ങളാണ് നൽകുന്നത്. ആർത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പനിക്കൂർക്ക നൽകുന്ന ഗുണങ്ങൾ ചില്ലറയല്ല. ഇത് നമ്മുടെ അസ്ഥികൾക്ക് ബലവും ആരോഗ്യം നൽകുന്നു. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് പനിക്കൂർക്ക. ഇത് നമ്മുടെ വയറിൻ്റെ എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കും. പലപ്പോഴും ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഇത്തരം പ്രതിസന്ധികളാണ്. അതിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് പനിക്കൂർക്കയില. ഇത് പല ആരോഗ്യ പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ രക്ഷിക്കാനായിട്ട് സഹായിക്കും. അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ മൂലം വയറിന് അസ്വസ്ഥത ഉണ്ടാവുക, ഇതിനെല്ലാം പ്രതിവിധിയാണ് പലപ്പോഴും പനിക്കൂർക്ക. പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് പനിക്കൂർക്ക സഹായിക്കും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന അവസ്ഥ പുരുഷന്മാരിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചില്ലറയല്ല. എന്നാൽ ഇതിന് പരിഹാരം കാണുന്നതിനും പനിക്കൂർക്കയില സഹായിക്കും. ക്യാൻസർ കോശങ്ങൾ വളരാതെ പടരാതെ അതിനെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ മാത്രമല്ല, സ്തനാർബുദത്തിന് പരിഹാരം കാണുന്നതിനും മികച്ചതാണ് പനിക്കൂർക്ക. അതുകൊണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഉത്തമമാണ് പനിക്കൂർക്ക. ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിന് കാരണം രോഗപ്രതിരോധ ശേഷിയുടെ കുറവാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഏറെ സഹായിക്കുന്ന ഒന്നാണ് പനിക്കൂർക്ക. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണ് മാനസിക സമ്മർദ്ദം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കും. എന്നാൽ മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനായിട്ട് സഹായിക്കുന്ന മാർഗ്ഗങ്ങളിൽ മികച്ചതാണ് പനിക്കൂർക്ക. കിഡ്നിയുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വളരെ വലിയ ഗുണങ്ങളാണ് പനിക്കൂർക്ക നൽകുന്നത്. കിഡ്നിയുടെ ധർമ്മം കൃത്യമായിട്ട് ചെയ്ത് മൂത്രത്തെ അരിച്ചെടുത്ത് പുറത്തേക്ക് കളയാനുള്ള കഴിവുണ്ടാക്കുന്നതിന് സഹായിക്കും. കിഡ്നിക്ക് ആരോഗ്യവും കരുത്തും നൽകുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ചതാണ് പനിക്കൂർക്ക. കുട്ടികളിലെ കൃമിശല്യത്തിന് ഉത്തമ പരിഹാരമാണിത്. പനിക്കൂർക്കയുടെ ഇല ചൂടാക്കി പിഴിഞ്ഞ് അതോടൊപ്പം ത്രിഫല ചേർത്ത് കൊടുത്താൽ അത് കുട്ടികളിലെ കൃമിശല്യത്തിന് പരിഹാരം നൽകും. മാത്രമല്ല കുട്ടികൾക്കുണ്ടാകുന്ന പല ആരോഗ്യ പ്രതിസന്ധികൾക്കും സംശയിക്കാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പനിക്കൂർക്ക. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യവും കാഴ്ചശക്തിയും വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പനിക്കൂർക്ക. പനിക്കൂർക്കയുടെ ഇലയും തണ്ടും തീയിൽ വാട്ടിയ ശേഷം ഇതിൻ്റെ നീര് കൈവെള്ളയിൽ വെച്ച് പിഴിഞ്ഞ് കുട്ടികളുടെ നെറുകയിൽ വെക്കുന്നതും കുട്ടികളുടെ പനി ശമിപ്പിക്കാൻ ഏറെ നല്ലതാണ്. ജലദോഷം കുറയ്ക്കാനും കുട്ടികളുടെ നീർവീഴ്ച തടയാനും എല്ലാമായിട്ട് ഇത് സഹായിക്കും. കുഞ്ഞു കുട്ടികളുടെ വയറിന് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. ഇതിനുള്ളൊരു പരിഹാരം കൂടിയാണ് പനിക്കൂർക്ക. ഇതിൻ്റെ ഇല ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഇതിൻ്റെ ഇലയുടെ നീരെടുത്ത് ഇതിൽ പഞ്ചസാര ചേർത്ത് നൽകുന്നത് കുട്ടികളുടെ വയറ്റിലെ അസുഖം മാറാനായിട്ട് സഹായിക്കും. ഛർദി, വയറിളക്കം തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. പല കുട്ടികളെ അലട്ടുന്ന ഒന്നാണ് ഗ്രഹണി. ഇതിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് പനിക്കൂർക്കയുടെ നീര്.
കുട്ടികളുടെ വിരശല്യം ഒഴിവാക്കാനായിട്ടും സഹായിക്കും. രാസ്നാദി ചൂർണത്തിൽ പനിക്കൂർക്കയിലയുടെ നീര് ചാലിച്ച് നെറുകയിലിടുന്നത് കുട്ടികൾക്ക് ജലദോഷം മാറാനും വരാതിരിക്കാനായിട്ടും സഹായിക്കും. പനിക്കൂർക്ക പൊതുവെ പനിക്കുള്ളൊരു മരുന്നായിട്ട് മാത്രമാണ് നമ്മൾ കരുതുന്നത്. പനിക്ക് മാത്രമല്ല, പലതരത്തിലുള്ള അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ട് കൂടി നമുക്ക് പനിക്കൂർക്കയെ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുള്ള വീടുകളിൽ നിർബന്ധമായിട്ടും പനിക്കൂർക്ക നട്ടു വളർത്തണം. അത് പെട്ടെന്ന് തന്നെ വേരിറങ്ങി കിളിക്കുന്ന ഒരു ചെടിയാണ് പനിക്കൂർക്ക. കുഞ്ഞുങ്ങളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും പനിയൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ നീരെടുത്ത് നമുക്ക് സേവിക്കാം. കുഞ്ഞുങ്ങൾക്ക് അവരുടെ നെറുകയിൽ പുരട്ടി കൊടുക്കാം. മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെയുള്ള സമയത്ത് ഇതിൻ്റെ ഇലകൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അവരെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ നന്നായിട്ട് ഞെരടി ഒന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാം. അപ്പോൾ പനിയൊന്ന് ശമിക്കാനായിട്ട് അത് സഹായിക്കും.